ആൾക്കും നമ്മൾ ഒരു ദ്രോഹം ചെയ്യരുത്, അത്രയേ ഉള്ളൂ. നമ്മളെ കൊണ്ടായാലും കഴിയരുത്. മാക്സിമം ഒരു മനുഷ്യൻ ജീവിക്കണമെന്നൊന്നും അറിയത്തില്ല. ഇപ്പം സംസാരിച്ചിരിക്കണം, നാളെ ഇരിക്കണമല്ലെന്ന് അറിയത്തില്ല. ഇരിക്കുന്നതായിരിക്കും ചത്തതിന് ശേഷം അവൻ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇരിക്കുമായിരിക്കും യാതൊരു മനുഷ്യനായാലും ശരി തന്നെ, ഞാനായാലും ശരി, ഇന്നൊരുത്തനായാലും ശരി തന്നെ. അത് വ്യക്തിക്ക് നമ്മളൊരു മനുഷ്യനുള്ള രീതിയിൽ ഒരു ബഹുമാനം കൊടുക്കണം. മനുഷ്യൻ എന്നുള്ളൊരിത് എപ്പോഴും അത് ആരായാലും ശരി തന്നെ, പിച്ചക്കാരനോ പാവപ്പെട്ടവനോ പണമുള്ളവനോ അവന് അങ്ങനെ കാണിക്കുന്ന കാര്യം എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് സഹായമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകത്തില്ല. ചിലർ പൈസ കൊണ്ട് ഭയങ്കര അഹങ്കാരം കാണിക്കണം. ശരി, അതിന് നമ്മൾ താഴ്ന്നു കൊടുക്കും. ആ ശരി പോകും. നമ്മൾ ആരെയും ഇങ്ങോട്ട് ചോദിക്കാൻ പോകില്ല, ഒന്നും ഇങ്ങനെ വിടത്തില്ല. അതാണ് എൻ്റെ ആര് കണ്ടുമ്പോൾ എന്ത് കാര്യം എന്തായാലും കാരണം ഇരിക്കും. ഭക്ഷണമൊന്നും ഇടയിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും. എന്ത് വന്നാലും ചാവാനും തയ്യാറായി തന്നെ ഇരിക്കും. നമ്മളായിട്ട് ആർക്കും ഇരുന്ന് പോകില്ല, ഇല്ലാത്ത കാര്യത്തിനും പോകില്ല. യാതൊരു ഒരു പ്രശ്നം വന്നതെല്ലാം എന്നോട് പറ്റണ കൽപ്പന ചെയ്യും. അത് യാതൊരു രീതിയിലുള്ള പ്രശ്നമായിട്ട് ചെയ്യുന്നത്. നമ്മളെ നോക്കി ഒരു പ്രശ്നം ഒരാൾ ഈ ഒരു ഇങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാൾ പറഞ്ഞൊക്കെ ഒരാൾ എൻ്റെ അടുത്തൊന്ന് പറയണേ, ഇങ്ങനെ അവനെ കൊണ്ട് എനിക്ക് പ്രശ്നമെന്ന് വെച്ച് പറയും. അത് മാത്രം കേൾക്കില്ല, ആപ്പോസിറ്റ് അന്വേഷിക്കും. രണ്ട് തരപ്പിലും ചോദിച്ചിട്ട് എനിക്ക് അത് ശരിയാണോ അത് ചെയ്യും. അല്ലാതെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേണ്ടി ചെയ്യില്ല. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, എന്ത് പ്രശ്നം കൂടെ നിൽക്കും, എന്ത് വന്നാലും കൂടെ നിൽക്കും. പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്യല്ല അങ്ങനെ ചെയ്യല്ലെന്ന് മാക്സിമം പറയും. അതിൻ്റെ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ എനിക്ക് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ജെന്യൂനായിട്ട് എനിക്ക് എന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമ്മൾ വിടത്തില്ല ഒരിക്കലും. അത് ഭയങ്കര എനിക്ക് ക്രേസാണത്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കൂടെ എപ്പോഴും ആ ഒരു നമ്മൾ വിട്ടുകൊടുക്കരുത്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് എനിക്ക് അവരെ കൊണ്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കത്തില്ല. ഭയങ്കര ഇഷ്ടം. പക്ഷേ 4-5 പേര് എനിക്ക് അങ്ങനെ ജെന്യൂനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഫ്രണ്ട്സ് എന്ന് പറയാൻ ബാക്കിലോടി അവർ വേറെ രീതിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ എടുക്കത്തില്ല. എവിടെ പോയാലും ഞാൻ സിംഗിളായിട്ടേ ഇരിക്കത്തുള്ളൂ, സിംഗിളായിട്ടേ പോകത്തുള്ളൂ. പക്ഷെ ബിസിനസ് കാര്യങ്ങളിൽ പോകുമ്പോൾ എല്ലാ രീതിയിലും എല്ലായിടത്തും ഹോട്ടലിൽ പോയി സംസാരിക്കും. എവിടെ വേണമെങ്കിൽ പോകുന്ന അതിന് കൂടെ ആരുന്നില്ല, അവൻ്റെ കൂടെ പോകില്ല, അവൻ്റെ കൂടെ ഒന്നുമില്ല, എല്ലാവരും കൂടെയും പോകും. അങ്ങനെ ഇന്നലെ ഒരു ബിസിനസ് സംസാരിച്ചപ്പോൾ ഒരു ലേഡി ബിസിനസ്സിൻ്റെ സംസാരിക്കുന്നത് ഒരു പാവപ്പെട്ട ഫാമിലിയാണത്. അത് എൻ്റെ കോൺഫറൻസ് എടുത്ത് സംസാരിച്ചു. സാറേ ഇതേപോലെയാണ് ആഷിൻ സാർ ലൈനിലുണ്ടെന്ന്. അപ്പോൾ അവർ പറയുന്ന ഫോണിൽ സിൻസ് അത് വലിയ MD ആണ്, പുള്ളി സംസാരിക്കത്തില്ല, പുള്ളിയെ നോക്കി എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഫാഡ് പറയുന്നത് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അത് ആഷ്ലിനാണ്. അല്ല, വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഗൂഗിളിൽ പോയി ഡോക്ടർ ആഷ്ലിൻ വരുന്നത് അടിച്ച് നോക്കിയിട്ട് ഫോട്ടോ വരും, നിങ്ങൾ എൻ്റെ വീഡിയോ കളിച്ച് എന്നാൽ കാണിച്ചത്. അല്ല, അവർ ഇവർക്ക് എങ്ങനെയാണ് നിങ്ങളറിയാം, എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നുള്ള രീതിയിലായി. ഞാൻ പറഞ്ഞു, മനുഷ്യനകത്ത് ഒരു മനുഷ്യൻ എന്നുള്ള രീതി നമുക്ക് കൊടുക്കണം. അവൻ അങ്ങനെ പാവാണ്, ഒന്നിന് വളിയിലെന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടി തേക്കിയല്ല കാര്യം. എല്ലാവരും അങ്ങനെ തന്നെ വരുന്നത്. നമുക്ക് ഈ പൈസക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. പൈസ ഇന്നുണ്ടാക്കുന്ന നാളെ ഉണ്ടാകും. പക്ഷെ സ്നേഹം, മനുഷ്യൻ എന്നുള്ള ഇത്, അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. എപ്പോഴും ഈ സ്നേഹം ജസ്റ്റ് ജെന്യൂനായിട്ട് എനിക്ക് സ്നേഹിക്കണം. നമ്മൾ ഷെയർ ചെയ്യണം. എന്തുണ്ടെങ്കിലും വിളിച്ചിടേ ഇങ്ങനെയാണല്ലേ എന്നൊന്ന് പറയണം. അത് കേൾക്കേണ്ട ഒരാൾ ഉള്ളൂ. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്നതിന് ഒരുപാട് നന്ദി. അപ്പൊ നമ്മുടെ സിനിമ വെയിറ്റ് ചെയ്യാണ് താങ്കളുടെ ലൈഫ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ സിനിമ ഇറങ്ങുമ്പോഴും എന്തായാലും ലോകം മൊത്തം അറിയട്ടെ, അല്ലെങ്കിൽ ലോകം മൊത്തം ആളുകൾ കാണട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. അല്ല, അത് നല്ലൊരു സിനിമയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം കഥയാണ്. എൻ്റെ ട്വിസ്റ്റ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, അടിയുണ്ട്, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മള് നോക്കണ കാര്യങ്ങൾ ഒറിജിനലാണ്. അതൊക്കെ ഒറിജിനലായിട്ട് ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാരൊന്നല്ല. ഒറിജിനലായിട്ട് ജെന്യൂനായിട്ടുള്ള ആൾക്കാർ, പറ്റിയില്ലെങ്കിൽ മാത്രം ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് അവരെ അത് കണ്ടന്റ് തന്നെ. പക്ഷെ ഇതാണ് നമ്മളെ ഒരു മോട്ടിവേഷൻ. അപ്പൊ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ല, ഒന്നുപോലും മിസ് ചെയ്യാതെ ചെയ്യണം എന്നുള്ളത് ഉള്ളൂ. എവിടെ നടന്നു ആ കാര്യം അവിടെ പോയി തന്നെ ഷൂട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒറ്റ ഇത്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഇത്ര നേരം കൂടെ. ഓക്കെ, താങ്ക് യു.